أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ഈ രാസലഹരികൾ കുട്ടികൾക്ക് നൽകുന്ന ആളുകൾ സാധാരണ കുട്ടികളോട് പറയാറുള്ളതായിട്ട് അവരവരുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെ ലഹരിയിലേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിത് തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് കുറച്ച് നേരം നീ സ്വർഗത്തിലായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്ക്, സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അതിൻ്റെ ഒരു അനുഭവം അറിയാൻ ഏതൊരു മനുഷ്യനുണ്ടാകുന്നതാണ് ആ ഒരു ആകാംക്ഷ. എന്താണത് എന്നൊന്ന് അറിഞ്ഞപ്പോൾ എന്താ അതുകൊണ്ട് ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുമെന്ന്. അപ്പോൾ അവിടെ വേണ്ടത് ഒരു സ്വർഗം ശരിക്കും നിനക്ക് കിട്ടിയതുപോലുള്ള ഒരു സുഖം നിനക്ക് ലഭിക്കുന്ന അതൊരു സത്യമാണ്. അവനത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ 24 മണിക്കൂർ അവനത് കിട്ടും, അതിൽ യാതൊരു സംശയവും. അപ്പൊ എന്താണ്, എങ്ങനെയാണ് സത്യത്തിൽ അങ്ങനെ ഒന്ന് സാധ്യമാകുന്നത്? ഈ ലഹരിക്കുള്ള ഏറ്റവും വലിയ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് എന്ത് പറയാ, നമ്മൾ ഇങ്ങനെ ഒരു ബോധ മനസ്സിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ ചിന്തകളെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു ബോധ മനസ്സോടുകൂടെ ഇരിക്കുമ്പോൾ എന്തായി, നമ്മളെങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ അലോസരപ്പെടുത്തുന്നതൊക്കെ എന്താന്ന് വെച്ചാൽ ഓരോരോ ഭയങ്ങളാണ്, പേടിയാണ്. പലതിനെ കുറിച്ച്, എന്താണ് എനിക്ക് ജോലി കിട്ടുക, എന്താ എൻ്റെ ഭാവി, എനിക്ക് എന്തൊരു അസുഖങ്ങളുണ്ടോ, ബുദ്ധിമുട്ട്, ഇങ്ങനെ നമുക്ക് ആലോചിക്കാൻ കുറേ ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ മനസ്സിനെങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ സമയത്തും. അപ്പൊ നമ്മൾ ഈ പേടിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് സമാധാനം കിട്ടുക? ഭയത്തിന് ഒരു സന്തോഷവും നൽകാൻ പറ്റൂല. ചെറിയൊരു ഭയം വന്നാൽ അതിന് സന്തോഷം പോകും. ഇപ്പൊ നിങ്ങളൊരു പഴം തിന്നായിരുന്നു, പറിച്ചെടുത്തൊരു ഫ്രൂട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോലും അതിലൊരു പക്ഷി കൊത്തി ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സംശയം, എന്തെങ്കിലും വൈറസ് ഉണ്ടോ, അസുഖമുണ്ടോ, പിന്നെ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റൂല. ചിലപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നല്ല. എന്തിനും അങ്ങനെ ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി, ആ വണ്ടിക്ക് എന്തൊരു തകരാറുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഓഫ് ആവുമോ എന്നാണ് നിങ്ങളുടെ ബൈക്കിനെ കുറിച്ച്. നിങ്ങൾക്ക് ആ ബൈക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല, അതായത് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ വാഹനം ഓടിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയൊരു ഭയം മനസ്സിലേക്ക് കടന്നുകൂടിയാൽ ആസ്വാദനം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ നിങ്ങൾക്കൊരു അസുഖം ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ആ അസുഖം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ദൂരീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. ഭയം എന്നുള്ളത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം? തൽക്കാലം നമ്മുടെ ചിന്തകൾ മരവിക്കും. ആ ചിന്തകൾ മരവിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ജുനൂൻ എന്നാണ് ഭ്രാന്തന് പറയാം. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചിന്തകളെ നഷ്ടപ്പെട്ടു പോയി ആ നോർമൽ അവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത്. ഇനിയിപ്പോ ഭ്രാന്തായാലും, അല്ലെങ്കിൽ ഇനി ഉറങ്ങുകയാണെങ്കിലും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുകയാണെങ്കിലും ഒക്കെ എന്താ വെച്ചാൽ നമ്മുടെ യഥാർത്ഥമായ ചിന്തകളെ അതെന്ത് ചെയ്യുന്നു, മറക്കുന്നു, മരവിപ്പിക്കുന്നു. അപ്പൊരു ആസ്വാദനം ഉണ്ട്. എന്താ ആസ്വാദനത്തിന് കാരണം? ഈ പേടിയൊക്കെ പോവുകയാണ്, നമുക്ക് ഭയങ്കരമായ ഒരു സമാധാനവും ഭയങ്കരമായ ഒരു സന്തോഷവും. ഇത് അപ്പം മാത്രമല്ല ഇട്ട് കിട്ടും. നിങ്ങൾ എന്തൊരു തെറ്റ് ചെയ്തു നോക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു പോൺ വീഡിയോ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ആ ആസ്വാദനത്തിന്റെ സമയത്ത് എന്താ പറയുക, മറ്റെല്ലാ ചിന്തകളും നമ്മളിത് മാറി നിൽക്കും. ആ ചിന്തകൾ മാറി നിൽക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും അറിയോ, നമുക്ക് ഭയങ്കരമായ ഒരു സുഖം കിട്ടും. അതുകൊണ്ടാണ് തിന്മകൾ മനുഷ്യന് ആസ്വാദകരമാകും, അല്ലെങ്കിൽ ഒരു തിന്മ മനുഷ്യന് ആസ്വാദകരമാവില്ല. ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ യഥാർത്ഥമായ ആ ഒരു ബോധ മനസ്സിനെ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തൽക്കാലം മരവിക്കുന്നു എന്നുള്ളതാണ് ആ സുഖത്തിന്റെ കാരണം. അപ്പോൾ ഈ സുഖങ്ങൾ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖവും ആസ്വാദനവുമായി വിചാരിക്കണം. ഈ ലഹരിയിലാണ് ഇന്ന് ആളുകൾ ജീവിത സമാധാനം കണ്ടെത്തുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ മാതിരി ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളിൽ എന്താണ്, അതങ്ങോട്ട് ചാടും, മ്യൂസിക് കണ്ടിട്ടിട്ടാണ്. ആ മ്യൂസിക് നമ്മളെ തൽക്കാലം എന്ത് ചെയ്യും, മരവിപ്പിച്ച് കളഞ്ഞു. നമ്മളെ യഥാർത്ഥമായ ചിന്തകളെയും ആശങ്കകളെയും ഒക്കെ എന്ത് ചെയ്തു, ചിലത് മരവിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ തൽക്കാലം ഒരു സമാധാനവും ആസ്വാദനവും നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇങ്ങനെ പറ്റൂ? ഈ പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് പറ്റൂ?
ഒന്നും പറ്റില്ല. പിന്നെ എന്താണ് നമ്മൾക്ക് ഈ ഒരു ആസ്വാദനം? ഞാൻ പറഞ്ഞൊരു MDMA ഒരു ആൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു രാസലഹരി 12 മണിക്കൂറോ 24 മണിക്കൂറോ ലഭിക്കുന്ന ആ ഒരു ബോധം നഷ്ടപ്പെട്ട സുഖമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആസ്വാദനത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് എന്തറിയോ നമ്മൾ ബോധ മനസ്സ് നിലനിർത്തിക്കൊണ്ടു തന്നെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുക. അത് സാധ്യമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് 24 മണിക്കൂർ നമ്മൾ പൂർണ്ണ ബോധത്തോടു കൂടെ നിന്നിട്ട് ജീവിതത്തിന്റെ ഭയങ്ങൾ ഇല്ലാതായി നിർഭയത്വത്തോടെ ആസ്വാദകരമായി ജീവിക്കുക. അത് സാധ്യമാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അത് സാധ്യമാകുന്നത് ദീന് കൊണ്ടാണ്, മതം കൊണ്ടാണ്. ഇപ്പോ പിന്നെ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ പറഞ്ഞു എന്താ വെച്ചാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. ഇത് മതത്തിന്റെ ലേബിള് പറഞ്ഞിട്ട് മനുഷ്യനിലൂടെ എന്തും സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന, മതം പറഞ്ഞ മതത്തിന്റെ ലഹരിയിൽ മയക്കി കിടത്തി നമുക്കെന്തും സാധ്യമാകുന്നതാണ് ഒരു മതവിശ്വാസിനെ കൊണ്ട് നിലനിൽക്കാണ്. ശരിക്കും അതല്ല അതിന്റെ ശരിയായ കാര്യം. ദീന് കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഒരു ആസ്വാദനവും ഒരു സുഖവും. അതുകൊണ്ടാണ് ഒരു വിശ്വാസി മതത്തെ സ്നേഹിക്കുന്നത്. അല്ലാതെ ലഹരിയെ സ്നേഹിക്കണ പോലെ, കള്ളിനെ സ്നേഹിക്കണ പോലെയല്ല. അതിന് ഭയങ്കരമായ ഒരു ആസ്വാദനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ രക്തസാക്ഷിത്വം വഹിക്കുന്നത്, മതത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത്, പണം ചെലവഴിക്കുന്നത്, എന്തും ചെയ്യും. നമുക്ക് ദീനിന്റെ ആ ഒരു സുഖം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്തും ചെയ്യും. മാത്രമല്ല ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും നമ്മളെ അലോസരപ്പെടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് 2 കാരണങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ ഇത് നിങ്ങൾക്കും എനിക്കും ഒക്കെ സാധ്യമാകും. ഒന്ന് ഈമാനാണ്, വിശ്വാസം എന്ന് നമ്മൾ പറയും. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന 6 ഈമാൻ കാര്യങ്ങൾ, അതന്നെയാണ് ഈ വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസം മനുഷ്യന് നൽകുന്ന നിർഭയത്വം ചെറുതല്ലല്ലോ. അള്ളാഹു അല്ലാതെ നമുക്കൊന്നുമില്ല, നമുക്കാരുമില്ല, നമുക്കെല്ലാറ്റിനും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മനസ്സിലാവും? അത് വിശ്വാസമാണ്. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ചില ആശയങ്ങളുണ്ട്. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത് അള്ളാഹ് വിചാരിക്കാതെ നമുക്ക് വരൂല. അപ്പൊ നമ്മളെ ആര് ദ്രോഹിക്കുന്നു, ഇവിടെ എത്ര തന്നെ എന്തൊക്കെ ശത്രുക്കളും നമുക്കെതിരെ എന്തൊക്കെ തന്നെ രൂപപ്പെട്ടു വന്നാൽ അവർക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല, ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതെന്ത് വേണം? അള്ളാഹുവിന്റെ പെർമിഷൻ വേണം. അതാണ് അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരു ഉപദ്രവവും ഒരു മനുഷ്യന് വരൂല എന്നാണ്. അപ്പം പിന്നെ അല്ലല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ട്? ഇനി ഒരു നന്മ നമുക്ക് വരുന്നത് തടുക്കാനും പല റാദ്ദലി ഫദ്ലിഹി ലോകത്ത് ആർക്കും പറ്റൂല. അപ്പൊ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്ത് പേടി? ഒന്നും വരൂല. പടച്ചോൻ വിചാരിക്കാതെ ഒന്നും വരൂല. പടച്ചോൻ എന്ത് ചെയ്യും? എനിക്ക് തരും. ആരെന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം വല്ലാത്തൊരു വിശ്വാസം. ഞാൻ ഇതൊന്നും ഞങ്ങളോട് വെറുതെ പറഞ്ഞല്ല. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ കേട്ടു. അവന് ക്യാൻസർ വന്നു, ബയോപ്സി എടുത്തു, എല്ലാ ഡയഗ്നോസും കഴിഞ്ഞു, മനസ്സിലായി, സർജറി കഴിഞ്ഞു. അപ്പൊ സർജറി ചെയ്തപ്പോൾ പോലും ഡോക്ടർമാര് ആ സർജറി കൊണ്ട് സക്സസ് ആവൂല എന്ന് വിചാരിച്ച് തുന്നി കൂട്ടി വിട്ടതാണ്. പിന്നെ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ ആ ക്യാൻസർ ഇല്ല. അപ്പൊ നിങ്ങൾ പറയും ഒരു പക്ഷെ ആദ്യത്തെ ബയോപ്സി ടെസ്റ്റ് അല്ലെങ്കിൽ നേരിട്ട് ഡോക്ടർമാർ കണ്ടു, അപ്പോഴൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട ക്യാൻസർ എവിടെ പോയി? ഇത് ഞാൻ പത്രത്തിൽ വായിച്ചതോ കേട്ടോ ഒന്നല്ല, നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരാൾ പറഞ്ഞല്ല, അയാളെ ചികിത്സിച്ച ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ പറഞ്ഞത് എവിടെ പോയി? അതൊരു വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ രോഗം വന്നപ്പോഴും അവരെന്ത് വിശ്വസിച്ചു? ഈ രോഗം ഇത് എന്ത് തന്നെ മാറാത്ത രോഗമാണെങ്കിൽ അള്ളാഹുവിന് മാറ്റാൻ പറ്റും. അവിടെ പ്രതീക്ഷകളില്ലായ്മയൊന്നുമില്ല. ഈമാനുള്ളവന് ഭയമെന്ന് അയാളെ ഭയം നീങ്ങുന്നുണ്ടാ, പേടില്ല. എന്താ? മാറ്റാൻ അള്ളാഹുവിന് പറ്റും എന്ന വിശ്വാസത്തിൽ അവർ നിർഭയരായി. ഇനി മാറ്റാൻ പറ്റില്ലെങ്കിലോ ഈ രോഗം കൊണ്ട് അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ. അതൊരു ഈമാനാണ്, അതൊരു വിശ്വാസമാണ്. ഏത് കാര്യത്തിലും എന്തുണ്ട് അറിയോ? അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും അടുത്തൊരു ബന്ധു, ഭാര്യ, കുട്ടി, അനുജൻ, വാപ്പ, അമ്മ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ മയ്യത്ത് നോക്കി ഒരു സമാധാനമുണ്ട്. ഈമാനെന്ന്. എന്താ ഈമാൻ എന്നുള്ള സമാധാനം? വാപ്പ മരിച്ചു,
അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, ഏതായാലും ഉമ്മന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉണ്ടാവും, ആവട്ടെ, ഉമ്മ സ്വർഗത്തേക്ക് പോകും, ഉമ്മക്ക് പുറത്തു കൊടുക്കും, ഉമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതൊരു ഈമാനാണ്, പരലോകത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാവുന്നതാണത്. അതൊരു വിശ്വാസിക്കല്ലാതെ ആരെങ്കിലും ഉണ്ടാവും? എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടുമുട്ടും, എൻ്റെ ഉമ്മാനെ എനിക്ക് തിരിച്ചു ലഭിക്കും. ഇപ്പൊ ഈമാൻ എന്ന് പറയുന്നത് മനുഷ്യന് എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കാൻ പര്യാപ്തമാണ്. വിശദീകരിച്ച് പറയണമെങ്കിൽ കുറേ വിശാലമാണ്. ഖദർ ഖലാ അത് ഈമാനിൽപ്പെട്ടതാണ്. അത് മനുഷ്യന്റെ നിർഭയത്വത്തിന് വേണ്ടിയാണ്, ഭയമില്ലാതെ ആവാനാണ് അത് കാര്യം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, നിങ്ങൾക്കൊരു വിവരം നിങ്ങൾക്ക് കിട്ടി, ഒരു തീരുമാനം നിങ്ങൾക്ക് കിട്ടി, അത് ഈ ഒരു സമയത്ത് അള്ളാഹു നടക്കണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ്, അത് ആ സമയത്ത് സംഭവിച്ചു, ഈസിയാണ്, അത് ഉൾക്കൊള്ളാൻ ഒരു പണിയില്ല. ഈ സമയത്ത് ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ, ബൈക്കൊന്ന് മറിഞ്ഞു, ഫ്രാക്ചറായി, പല സ്ഥലത്തും പൊട്ടും കാര്യങ്ങളൊക്കെ, ഡോക്ടർ പറഞ്ഞു ഒരു 5 മാസം നീ റെസ്റ്റ് എടുക്കണം, ഞെട്ടും പോകാൻ പറ്റില്ല, എല്ലാ പരിപാടിയും നിർത്തിക്കണം. അപ്പൊ ഇങ്ങനെ ബേജാറല്ല, ഈ സമയത്ത് ഒരു അപകടം നടക്കാൻ ഒരു വിധിയുണ്ട്, ആ അപകടം സംഭവിച്ചു, 6 മാസം ഞാനൊരു സ്ഥലത്ത് കടക്കണം, റെഡി. വളരെ സന്തോഷത്തോടെ അള്ളാന്റെ വിധി അംഗീകരിച്ച്, കഥാകഥനെ അംഗീകരിച്ച് മലന്ന് സമാധാനത്തോടെ കിടക്കുക. ഞാൻ പറഞ്ഞു, ഈമാൻ എന്നുള്ളത് മനുഷ്യന് നിർഭയത്വം നൽകുന്നു. ഈ ഈമാൻ ഇല്ലാത്ത ആൾക്കോ ഞാൻ ഈ പറഞ്ഞതിനൊന്നും ഉത്തരമില്ല. ഈമാൻ എന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഉത്തരമില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇനി ഈ ഈമാൻ നമുക്കില്ലേ? ഈ ഈമാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഈമാനിന്റെ അളവ് അനുസരിച്ചിട്ട് ഈ ഈമാൻ പൂർണ്ണമായും ഇല്ലാതാവും എപ്പോഴാരെങ്കിലും ശിർക്ക് വരുമ്പോൾ മാത്രം. ശിർക്കുള്ളവന് ഈമാനില്ല. ശിർക്കോട് കൂടെ ഈമാനിന്റെ അടിസ്ഥാനം തകർന്നു. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ നാമഗുണ വിശേഷണങ്ങൾക്കും ഒരു തുല്യത കൽപ്പിക്കുമ്പോൾ അള്ളാഹിനെ പോലെ വേറൊരാളെ വിചാരിക്കുന്നതോടുകൂടെ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ശക്തിയിലുള്ള ആ ഒരു വിശ്വാസം അയാൾ നിരാകരിച്ചു. അള്ളാഹുവിന് ഈ ശിർക്കില്ലാത്തിടത്തോളം കാലം ഈ ഈമാനിന്റെ നിർഭയത്വം ഒരാൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കില്ല, ഈ ഈമാൻ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടു. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ആലോചിക്കണം, അത്രയും ആസ്വാദകരമായ സ്വർഗീയമായ ഒരു ജീവിതം ഭൗതികമായി മനുഷ്യന് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ നിർഭയത്തെ ലഭിക്കാൻ ഖുർആൻ പറയുന്ന മാർഗമാണ് ഈ വേണം. രണ്ടാമത്തെ എന്താ അറിയോ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമി, അവരുടെ ഈമാനിൽ ലുൽമ് കലർന്നില്ല. ലുൽമ് പറഞ്ഞാല് ഒന്നാമത്തെ അർത്ഥം ശിർക്ക്. അള്ളാന്റെ സ്ഥാനം വേറൊരാൾക്ക് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എത്രയോ നിസ്സാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഖബറിന്, ഒരു നൂലിന്, ഒരു പ്രതിരൂപത്തിന് അള്ളാന്റെ മഹത്വം ചാർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളയും അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ അതിനേക്കാളും ഗുരുതരമായ ഒരു തെറ്റൊരാൾ ഒരാൾ വെറുതെ ചെയ്യാനാണ്. ഇവിടെ ഇന്ന ശിർക്കല്ല ദുൽമുൻ ആദ്യം, ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞ ശിർക്കാണ്. അപ്പോ ആ ശിർക്ക് ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ, ഈമാനും ഒരാൾക്കുണ്ടെങ്കിൽ ഉലൈക ലഹുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്. ആ നിർഭയത്താണ് ആ നിർഭയത്വമാണ് ഒന്നും പേടിക്കാനില്ല, യാതൊരു ഭയവുമില്ലാതെ ഒരു മനുഷ്യൻ ഇരിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ സമാധാനത്തിലും പൂർണ്ണ സന്തോഷത്തിലും പൂർണ്ണ ആസ്വാദനത്തിലുമാണ് ആവുന്നത്. അതിൽ യാതൊരു സംശയമില്ല. നേരത്തെ പറഞ്ഞതൊക്കെ മനുഷ്യന് ആസ്വാദനം കിട്ടാൻ കാരണം മനുഷ്യന്റെ ശരിയായ ബുദ്ധിയെ മരവിപ്പിച്ചതുകൊണ്ട് കിട്ടിയതാണ്. നമ്മളെ ശരിയായ ബുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യും, സാധിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഈ തെറ്റ് ശിർക്കില്ലാതിരിക്കുക. പിന്നെ ആ ശിർക്കില്ലാതിരുന്നാൽ ഉലൈക ലഹുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചു, ശരിയായ മുസ്ലിമായി, സ്വർഗത്തിന് അവകാശിയായി എന്നാണ്. 2 ഗുണ പറഞ്ഞു. ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും, വലം യൽബിസു ഈമാനഹും ബിദുൽമ് എന്ന് പറഞ്ഞോടത്ത് ലുൽമ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റും അതിൽ പെടുന്ന. അത് പറയാനാണ് ഞാൻ ഇത്രയും സമയം കൊണ്ട് പറയുന്നത്. ഇന്ത്യങ്ങൾക്ക് പ്രശ്നം എന്തോളൂ, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. മനുഷ്യന് 2 തരം പ്രചോദനങ്ങൾ ഇവിടെ നടക്കണം. ആ പ്രചോദനങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കും. ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നന്മക്ക് വേണ്ടിയ പ്രചോദനങ്ങൾ, അത് നമ്മളുടെ പ്രകൃതിയാണ്, ഫിത്രത്താണ്. നമ്മളെ ഫിത്രത്ത് നമ്മളോട് നല്ലതേ പറയൂ, മനുഷ്യ പ്രകൃതി നല്ലതേ പറയൂ.
മനുഷ്യന്റെ പ്രകൃതിനെ സന്തോഷിപ്പിക്കാൻ നല്ലത് കൊണ്ടേ പറ്റൂ, ചീത്ത കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് മഹാക്കഫി ചോദിക്കുന്നത്, തെറ്റുകൾക്കെല്ലാം മനസ്സിന് ചൊറിച്ചിലുണ്ടാവും. തെറ്റ് ചെയ്യാൻ നമ്മളുടെ ശുദ്ധ പ്രകൃതി അനുവദിക്കൂല. നുണ പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥനായിരിക്കും. ഒരാളുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തർക്കിച്ചു, വെറുതെ കടയിൽ കയറിയപ്പോൾ വിലയിലൊന്ന് തർക്കിച്ചു, അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടറോടൊന്ന് തർക്കിച്ചു, അല്ലെങ്കിൽ ട്രാഫിക്കിലെ പോലീസിനോടും തർക്കിച്ചു, അല്ലെങ്കിൽ അപ്പുറത്ത് വണ്ടി ഓടിച്ചു വന്നോട് തർക്കിച്ചു, നമ്മുടെ മനസ്സ് അടഞ്ഞു. അന്ന് ഫുൾ ടെൻഷനേക്കാണ്. നമുക്ക് പറഞ്ഞതിൽ ന്യായമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സ് എന്തെങ്കിലും നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധം ചെയ്താൽ മനസ്സെന്ത് ചെയ്യൂല, നമുക്ക് സമാധാനം തരൂല. അപ്പൊ നന്മക്കുള്ള പ്രചോദനം, ഈ നന്മയുടെ പ്രചോദനത്തെ അവഗണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സമാധാനം പോണത്. നമ്മളുടെ മനസ്സ് ചെയ്യരുതേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു, അതുകൊണ്ടാണ് സമാധാനം പോണത്. അപ്പൊ എന്തൊരു തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിലും മനസ്സാക്ഷി നമുക്ക് എതിരാണ്. അത് ചെയ്യാൻ പാടില്ല, അത് പറയാൻ പറ്റില്ല, അത് നോക്കാൻ പാടില്ലായിരുന്നു, കാണാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ലായിരുന്നു. മനസ്സിങ്ങനെ പറഞ്ഞു കൊടുക്കും, പിന്നെ നമുക്ക് സമാധാനം കിട്ടുക. മനസ്സിന്റെ പ്രചോദനങ്ങളെ നമ്മൾ അവഗണിച്ചു, മനസ്സിന്റെ പ്രചോദനങ്ങളെ നമ്മൾ അവഗണിച്ചു. പിന്നെ മതപരമായ നിയമങ്ങളെ നമ്മൾ അവഗണിച്ചു. നമുക്കറിയാം, നമ്മുടെ ഏതോ ഖുതുബി കേട്ടു, പ്രസംഗത്ത് കേട്ടു, ക്ലാസ് കേട്ടു, പറ്റൂല, എന്നിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ നമ്മൾ അവഗണിച്ചു. ഇങ്ങനെ തെറ്റിന്റെ എല്ലാ പ്രചോദനങ്ങളെയും അവഗണിച്ച് തിന്മയുടെ പ്രചോദനങ്ങളായ പിശാചിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ പ്രചോദനങ്ങൾക്ക് വഴിപ്പെട്ട് നമ്മൾ എത്ര ആ തെറ്റ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അളവ് അനുസരിച്ച് നമ്മളെ സമാധാനം പോവും, നമ്മളെ സമാധാനം പോവും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റിന്റെ അളവ് അനുസരിച്ച് നമുക്ക് പോകും. അതാണ് ഇതിന്റെ തഫ്സീറിൽ ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഒരാള് ഈമാൻ റെഡിയാണ്, മുഅ്മിനായി, പക്ഷെ ശിർക്ക് അയാൾ ചെയ്തില്ല എങ്കിൽ അയാളുടെ നിർഭയത്വത്തിന്റെ ബേസ് അയാൾക്ക് ഉണ്ടായില്ല. ഇത് മനസ്സിനെ സമാധാനപ്പെടുത്താനുള്ള ഒരു അടിസ്ഥാനം അയാൾക്കുണ്ടായി. പക്ഷെ അയാൾക്ക് അംനുത്താമില്ല എന്നാണ്, പൂർണ്ണ നിർഭയത്വവും പൂർണ്ണ സന്തോഷവും കിട്ടൂല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുമ്പോൾ പരിപൂർണമായി നമ്മൾ ഹിദായത്തിലാവും. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പരിപൂർണമായ നിർഭയത്വത്തിലാവും. തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോഴോ നിർഭയത്വം ഇല്ലാതാവും. തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോഴോ നമ്മൾ സന്മാർഗത്തിൽ നിന്നും എന്ത് ചെയ്യും? ഇല്ലാതായി. സന്മാർഗത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകും. അപ്പോ ഞാൻ പറഞ്ഞത്, നിസ്സാരമായ ചില ആസ്വാദനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സുഹൃത്തുക്കളെ, ഈ നിസ്കാരവും ഈമാനും ഒക്കെ കൊണ്ടടക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഏറ്റവും നല്ല സമാധാനത്തെയും സന്തോഷത്തെയും നിസ്സാരമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി എന്തിന് നഷ്ടപ്പെടുത്തി കളയണം എന്നാണ് ആലോചിച്ചത്. ഇതിന് വലിയൊരു പണിയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കള്ളുടിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ വിഭജിക്കുന്ന ആൾക്കാരാണോ, തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരാണോ ഞാൻ പറയുന്നില്ല. നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇങ്ങനെ ആരും വൈഫും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫേസ്ബുക്കോ ഇതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. എന്തരോ അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില സ്ഥലത്ത് നമ്മളൊന്നും ഇങ്ങനെ നിർത്തി നോക്കും, അതിന്റെ ബാക്കി നോക്കും. ആ നോട്ടം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കിന് ഈ മനസ്സിന്റെ സമാധാനം പോയി. 1 മണിക്കൂർ നമ്മളത് കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സ്, കാരണം എന്തരോ ധാരാളം അനാവശ്യമായ ചിന്തകളെയും പ്രചോദനങ്ങളെയും വെറുതെ ഇല്ലാത്തതിനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചിട്ട് ഉള്ള സ്വൈരം നമ്മൾ കളയാണ് ചെയ്യുന്നത്. അതാണ് നമുക്കൊക്കെ സംഭവിക്കണം. അവിടെ തരൂ, വെറുതെ നമ്മൾക്കൊക്കെ ഇത് ഉണ്ട് എന്ന് കാര്യമില്ല. നമ്മളിപ്പോ ഇതൊക്കെ ആൾക്കാരാണുണ്ട്. ഇത് അനുഭവത്തിലുണ്ടോ അവനെ ഹിദായത്തും നിർഭയത്വം ഉള്ളൂ എന്ന് അള്ളാഹ് പറയാണ്. അല്ലാത്തവനുണ്ട് ഞാൻ അങ്ങനെയാണ് ഈമാനാന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു പേടിയില്ലാത്ത ഒരു ആസ്വാദനം, എത്ര തന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരു സമാധാനം മനസ്സിൽ, അതൊന്നും നമ്മളെ ബാധിക്കാതെ വളരെ സ്വൈര സ്വസ്ഥതയിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റ് റൂട്ടിലാണ്. നമ്മളിപ്പോൾ പോണ റൂട്ട് ക്ലിയറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വാദിച്ചിട്ടും പറഞ്ഞിട്ടും ന്യായീകരിച്ചിട്ടും ഒന്നും കാര്യമില്ല. നമ്മൾ റൂട്ടിലല്ല. നമുക്ക് നിർഭയത്വവും സന്മാർഗവും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ അടിസ്ഥാന കാര്യം ഈമാനിനോടൊപ്പം പാപരഹിതമായി ജീവിക്കണം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റിന്റെ അളവുകൾ വ്യത്യസ്തമാണ്. അതിനനുസരിച്ചുള്ള നിർഭയത്വം നമുക്ക് കിട്ടുള്ളൂ. അതിന് നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് എന്ത് ചെയ്യും? സാധ്യമാകും. ഇപ്പം ഞാനിത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമുക്കൊന്ന് ചേഞ്ച് ആവണം.
ഞാൻ ഇന്ന് ഒരു യൂട്യൂബിലുള്ള ഒരു പിന്നെ ഇത് കേട്ടു, രണ്ടാള് തമ്മിലൊരു ഇന്റർവ്യൂ. അപ്പൊ അതിൽ ഒരാൾ വാദിക്കണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനും മാറാൻ പറ്റൂല. അയാൾ വാദിക്കും ഓരോ മനുഷ്യനും ഓരോ പ്രകൃതി ഉണ്ട്, ഓനായി തന്നെ നിൽക്കുന്ന കാലാകാലം. അപ്പൊ അടുത്ത ആൾ പറയണത് മാറുന്നാണ്. അപ്പോ മനുഷ്യന് മാറാൻ പറ്റൂല എന്ന് അയാൾ പറയണത് എന്തിനാ വെച്ചാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഒരു ഭർത്താവ് എങ്ങനെയാണ് ഓൻ അങ്ങനെ തന്നെ കയറുന്നത്, ഭാര്യ എങ്ങനെയാണ് അവൾ അങ്ങനെ തന്നെ കയറും. ഓൾ നേരാവെന്ന് വിചാരിച്ച് വെറുതെ കാത്തുത്തിരിക്കേണ്ടെന്ന്. 100% തെറ്റാണ്, 100% തെറ്റാണ്. ഇത് മനുഷ്യനെ മാറാൻ പറ്റുള്ളൂ, അത് മനുഷ്യന് മാറാൻ പറ്റും, സമ്പൂർണമായി മാറാൻ പറ്റും. മാറാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ ഖുർആനും റിസാലത്തിനും പ്രവാചകന്മാർക്കൊന്നും ഒരടിത്തറിയില്ല. പക്ഷെ മനുഷ്യൻ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ മാറൂ. ഞമ്മക്കണ്ട് മനസ്സിലാകണം എനിക്ക് മാറേണ്ടതുണ്ട് എന്ന്. ഞമ്മക്കണ്ട് മനസ്സിലായി ബോധം വന്ന് മാറിയാൽ നമ്മൾ മാറും. ആ മാറ്റത്തിനെ തടഞ്ഞു വെക്കാൻ ആർക്കും എന്ത് ചെയ്യൂല, പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലെ ചില തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഇനി ഞാൻ പറഞ്ഞ ഇങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ സാധിക്കുകയാണെങ്കിൽ, ഏത് തെറ്റുകളൊന്ന് മാറി നിന്ന് നല്ലൊരു ജീവിതം സാധിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എങ്ങനെയാണ്? അതിന്റെ ഗുണം നിങ്ങളെ ചാരി നിൽക്കുന്നവർക്കെല്ലാം അത് അനുഭവപ്പെടും. എല്ലാവർക്കും, നിങ്ങളെ പാരൻസിന് നമ്മളൊരു ബുദ്ധിമുട്ടാവില്ല, നമ്മളൊരു സമാധാനമായിരിക്കും. നമ്മളാ ശരിയായ വഴിയിലേക്ക് വരുന്നതോടുകൂടെ നമ്മുടെ പാരൻസ്, കാരണം എന്താ പറയുക, നമ്മളെല്ലാവരോടും പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും നമ്മുടെ മാനസികാവസ്ഥക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ സ്വസ്ഥരല്ലെങ്കിൽ, നമ്മുടെ മനസ്സ് നിർഭയത്വത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടികളോടും മക്കളോടും ഭാര്യനോടും വാപ്പനോടും ഉമ്മനോടും ഒക്കെ പ്രകടിപ്പിക്കും. നമ്മൾ സ്വസ്ഥതയിലും സമാധാനത്തിലാണെങ്കിലോ ആ ഒരു സമാധാനം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കും എന്ത് ചെയ്യും, ലഭിക്കും. നമ്മളെ ഭാര്യക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും, എല്ലാ ആളുകൾക്കും കിട്ടും. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം മാറണം. ആ മാറ്റം നമുക്കൊരാസ്വാദനമായും അനുഭവമായും സന്തോഷമായും വരും. അത് മറ്റുള്ളവർക്കും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും, അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ തിരിച്ച് പറയാനുള്ള ഇനി ക്ലാസ്സിൻ്റെ സമയമുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് ഈ സംഘടനാപരമായി ഇപ്പോൾ ഈ ഒരു യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായി നിങ്ങളവിടെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഞാൻ പറയാം, നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ല കപ്പാസിറ്റി, നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരം, അതാണ് മാത്രം ഞാൻ പറയണുള്ളൂ. ഏറ്റവും വലിയൊരു പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കർമ്മശേഷിയും നമ്മുടെ കഴിവും ഒക്കെ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കും. നിങ്ങളുടെ തൊഴിൽ എന്താണോ, ജോലി എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി എന്താണോ, അതിനു വേണ്ടി നമ്മൾ പരമാവധി നമ്മളുടെ കഴിവുകളെയും സമയങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ ഓടിയാലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നമ്മൾ ഓടുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ അതിനൊരു ബർക്കത്തുമാണ്. ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്തുവാണെന്ന് അറിയുങ്ങൾ, നമ്മൾ അള്ളാഹുവിന് ഒരു കൺസിഡറേഷൻ കൊടുക്കണം, പടച്ചോന് ഒരു പരിഗണന കൊടുക്കണം. പടച്ചോനൊരു പരിഗണന കൊടുത്താൽ മാത്രമേ പടച്ചോൻ നമ്മളെ കാര്യത്തിൽ ഇടപെടുള്ളൂ. നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയാലും, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയാലും, ജോലിക്ക് പോയാലും, അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഒരു 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 തൗഫീഖ് ഉണ്ട്. അതില്ലാതെ ഒന്നും നടക്കൂല. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് സീരിയസ്നെസ് നമ്മുടെ തൊഴിലിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ചികിത്സക്കും വ്യായാമത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ടോ, അതിനേക്കാളും കുറച്ചൊരു ഇമ്പോർട്ടൻസിൽ നമ്മൾ ദീൻ്റെ കാര്യങ്ങളെ പരിഗണിക്കണം. അതിന് ഭയങ്കര റിസൾട്ടാണ്. ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇഹലോകത്തിൽ എല്ലാവർക്കും ഒരു കണക്കല്ല വെച്ചിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ എന്നാണ് പറയണത്. നിങ്ങളിപ്പോൾ ജീവിതം മുഴുവൻ ദുനിയാവിന് വേണ്ടി കൊടുത്താലും ദുനിയാവിന് ഒരളവുണ്ട്, അതിൻ്റെ അപ്പുറം ദുനിയാവ് തരും. അവിടെ അത്രയും തരും, അതിനൊരു കണക്കുണ്ട്. ആ ഓരോരുത്തർക്ക് അള്ളാഹു കണക്കാക്കി വെച്ചാൽ അതേ കിട്ടുള്ളൂ. എന്നാൽ ഒരുത്തൻ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിലോ ഒന്ന് ദുനിയാവും കൊടുക്കും, പരലോകം കൊടുക്കും, രണ്ടും ഒരേപോലെ കൊടുക്കും. അപ്പൊ ഏതാ ലാഭം? അപ്പൊ എന്താ, കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങളിപ്പോൾ നാട്ടിലെ ചില പരിപാടി, ഒരു യൂണിറ്റ്, ഒരു മേഖല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം നമ്മളതിന് മെനക്കെടുകയാണ്. പക്ഷെ ഈ മെനക്കെടുന്നോലൊക്കെ എന്താ, ഇതൊരു എക്സ്ട്രയാണ്, ആവശ്യമില്ലാത്തതാണ്, ഞാൻ നിർബന്ധിച്ചിട്ടാണ്, ഇന്റെ കൊണ്ട് കഴിയൂല, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ച് സമയം തരുന്നത്. അതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ വ്യക്തിപരമായി ദീനിന് വേണ്ടി നിങ്ങളുടെ തൊഴിലിനും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കും കുടുംബത്തിനും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ദീനിന് കൊടുക്കണില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ തൊഴിലോ ജീവിതമോ ഒന്നും വിജയിക്കില്ല.
ഒരു പരിപാടി മുന്നോട്ട് പോയില്ല. ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന നിങ്ങൾ പാതി വഴിയിൽ തങ്ങി നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ തൊഴിലിനിറങ്ങിയാൽ അവിടെ നിങ്ങൾക്കൊരു വിജയം കിട്ടും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ അവിടെ നിങ്ങൾക്കൊരു വിജയം കിട്ടും. അപ്പോൾ ഒരിക്കലും ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മളൊരു 97 മുതൽ ഈ സംഘടനാ മീറ്റിങ്ങുകളിലും പരിപാടികളിലൊക്കെ ഭാഗികമായി പങ്കെടുത്തു വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഈ ഒരു ആയുഷ് കാലം കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നാടന്നില്ല. പക്ഷേ നമ്മൾ അതിനേക്കാളും പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കാണ് കൊടുത്തു. അതുകൊണ്ട് ഇന്നൊരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു 10-30 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു സങ്കടമോ ഒരു സമയനഷ്ടമോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് ലഭിച്ചത് നമ്മൾ അതിനൊരല്പം എക്സ്ട്രാ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി കൊണ്ട് ഈ ഒരു ദീനി ജീവിതം ആസ്വാദകരമാക്കി മാറ്റും. മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു ലഹരിക്ക് പോലും നൈമിഷികമായി നൽകാൻ പറ്റുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആനന്ദം തരാൻ നമ്മുടെ ഈ ദീന് കൊണ്ട് പറ്റും. അത് ആസ്വദിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ വഴി ഞാൻ പറഞ്ഞു. രണ്ടാമത്തത്, ഒരു എക്സ്ട്രാ ടൈം. നമ്മുടെ പൈസയിൽ നിന്ന് കുറച്ച് പൈസ, നമ്മുടെ സമയത്തിന് കുറച്ച് സമയം, ആരോഗ്യ സമയങ്ങൾ ദീനിന് കൊടുത്തു നോക്കി, ഈ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു നോക്കി. നമ്മളെ വിജ്ഞാനവേദി അടക്കമായിട്ട് 4 ആളെ കൊണ്ടുവരാനും അവിടുത്തെ കസേര നേരാക്കിയിടാനും നിങ്ങളുടെ യൂണിറ്റിൽ ഒരു മീറ്റിംഗ് കൂടാനും ഒരു സെക്രട്ടേറിയറ്റ് കൂടാനും ഒക്കെ നിങ്ങളൊന്ന് സമയം കൊടുത്തു നോക്കി. അതൊന്ന് ഫോണിൽ സേവ് ചെയ്ത് അതിന് കുറച്ച് ടൈം കണ്ട് നിങ്ങളൊന്ന് ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തരുന്ന വിജയം ഏറ്റവും വലുതേക്കാൻ. ഇപ്പം ഈ സംഘടനകത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളോട് രക്ഷിതാക്കളൊക്കെ പറയും, ഇത് നിങ്ങൾ ഓടി നടന്നോ, എൻ്റെ കാര്യം നോക്കണ്ട. നമ്മളൊക്കെ കുറേ കാലം കേട്ട കാര്യമാണ്, എല്ലാവരോടും പറയാം, ഇതിനിങ്ങനെ ഓടി നടന്നോ, എൻ്റെ കാര്യം നോക്കണ്ട അറിയും. നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പോകേണ്ടുള്ളൂ ഇതിന്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കുന്നതിൽ ഈ ഓട്ടത്തിനൊരു പങ്കുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിയില്ലായിരിക്കും. അതിൻ്റെ വലിയ പങ്കും വലിയൊരു തൗഫീക്കും അള്ളാഹു നമുക്ക് വറഫഅനാലക ദിക്റക, നിനക്ക് വലിയ പ്രശസ്തി ഞാൻ തന്നൂന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും പ്രശസ്തനായി തീർന്നത് ദീനോണ്ടാണ്, ഭൗതികമായ ഒരു കാരണം കൊണ്ടല്ല. നമ്മൾ ദീനിൽ നിൽക്കുമ്പോൾ അത് ദീന് കൊണ്ടുള്ള ഉയർച്ചയും വളർച്ചയും അള്ളാഹു നമുക്ക് തരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു നല്ല തീരുമാനം ഈ ഒരു പിന്നെ യുവപഥം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ തീരുമാനം നിങ്ങൾ എടുക്കണം. കൂടെ നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ മാറ്റങ്ങളെ പ്രബോധന രംഗത്ത് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യം സംശയമില്ല. മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൽ വളരെ കുറഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയ മാറ്റവും വിപ്ലവങ്ങളും ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് ചേർന്ന് നിന്ന് പിടിച്ചാൽ, നമ്മുടെ പ്രദേശങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്താൽ തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ടാവും. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശരിയായ മാതൃകയും സന്ദേശവും ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള ഈ പ്രബോധന വീതിയിൽ നമ്മുടെ യുവത്വത്തെ, നമ്മുടെ നല്ല സമയത്തെ, നല്ല ആരോഗ്യത്തെ വിനിയോഗിക്കുവാനും അതിലൂടെ ജീവിതത്തിലെ സന്തോഷവും നിർഭയത്വവും അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.